വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 411. നിങ്ങൾക്കും ഒരു പുസ്തകത്തിനും ഇടയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിലൊന്നാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഓരോ വർഷവും നവംബർ മാസത്തിലാണ് ഈ പുസ്തകമേള നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രസാധകരും പുസ്തകപ്രേമികളും സംഗമിക്കുന്ന സുപ്രധാനമായ അക്ഷരോത്സവമാണിത്. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് എന്റെ 100ാമത്തെ പുസ്തകമായി വിജയമന്ത്രങ്ങളുടെ 10ാം ഭാഗം പ്രകാശനം ചെയ്യാനായത് ഭാഗ്യമായി കരുതുന്നു. നിങ്ങൾക്കും ഒരു പുസ്തകത്തിനുമിടയിൽ എന്ന ശ്രദ്ധേയമായ പ്രമേയമാണ് ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വായന, സ്വയം കണ്ടെത്തൽ, സംസ്കാരം എന്നിവ സംഗമിക്കുന്ന ഒരു ലോകത്തേക്ക് സന്ദർശകരെ ക്ഷണിക്കുന്ന സുപ്രധാനമായ സന്ദേശമാണിത്. ഏത് കാലത്തും ചിന്തയെ ഉണർത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത് മനുഷ്യനെ നവീകരിക്കാനും സംസ്കരിക്കുവാനും മികച്ചവനാക്കാനുമൊക്കെ കഴിവുള്ള ശക്തമായ ആയുധമാണ് പുസ്തകം. പുസ്തകത്തിനും നമുക്കുമിടയിൽ മറ്റൊന്നുമില്ല. അത് ആത്മാന്വേഷണത്തിന്റെ, ചിന്തയുടെ, അനുഭവങ്ങളുടെ ലോകമാണ്. ഒരു പുസ്തകത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ നാം അതിൻ്റെ അക്ഷരങ്ങളിലൂടെ ആശയങ്ങളിലേക്കും ഭാവനയുടെ വിശാലമായ ലോകത്തേക്കുമാണ് പ്രവേശിക്കുന്നത്. പുസ്തകങ്ങൾ വെറും അറിവിന്റെ ശേഖരമല്ലെന്നും അവയ്ക്ക് മാനവികവും ആത്മീയവുമായ പല തലങ്ങളുണ്ടെന്നും ഈ സന്ദേശം അടയാളപ്പെടുത്തുന്നു. ഒരു വായനക്കാരനും ഒരു പുസ്തകവും തമ്മിലുള്ള വ്യക്തിപരവും പരസ്പരവുമായ ബന്ധത്തെ അടിവരയിടുന്ന ഈ പ്രമേയം പുസ്തകങ്ങൾക്ക് സ്വയം കണ്ടെത്തലിലേക്കും അറിവിലേക്കും പുതിയ കാഴ്ചപ്പാടുകളിലേക്കും എങ്ങനെ നയിക്കാനാകുമെന്ന് ഊന്നി പറയുന്നു. വായനക്കാരനും സാഹിത്യവുമായുള്ള ആഴമേറിയതും വ്യക്തിപരവുമായ ബന്ധവും ഈ പ്രമേയത്തിന്റെ വിവക്ഷയിൽപ്പെടും. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ വായനക്കാരൻ പുതിയ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, സ്വയം കണ്ടെത്തലിന്റെ ഒരു യാത്ര നടത്തുകയാണ്. വായനക്കാർക്ക് പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആത്മവിശ്വാസം വളർത്താനും അറിവും ഭാവനയും നേടാനുമുള്ള ഒരു മാർഗമായാണ് ഈ പ്രമേയം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു പുസ്തകം വായനക്കാരനോട് സംസാരിക്കുന്നു. അതിലെ കഥകളും ആശയങ്ങളും മനുഷ്യന്റെ മനസ്സിനുള്ളിൽ ജീവിക്കുന്നു. അതിനാൽ നിങ്ങളും ഒരു പുസ്തകത്തിനുമിടയിൽ എന്നത് വായനക്കാരനും അറിവിനും ചിന്തയ്ക്കും അനുഭവത്തിനും ഇടയിലുള്ള അത്ഭുതകരമായ ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുസ്തകം നിങ്ങളെ മാറ്റാൻ കഴിവുള്ള ഒരു കൂട്ടുകാരനാണ്. നിങ്ങളും പുസ്തകവും തമ്മിലുള്ള നിമിഷം അറിവിന്റെയും ആത്മസംവാദത്തിന്റെയും സമയമാണ്. ആ ബന്ധത്തിൽ പുറത്തുള്ള ലോകം മങ്ങുകയും നിങ്ങൾ പുസ്തകത്തിന്റെ ലോകത്ത് മുഴുകുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളും ഒരു പുസ്തകത്തിനും ഇടയിൽ എന്നത് വായനയുടെ ആഴവും പുസ്തകത്തോടുള്ള ആത്മബന്ധവും അറിവിന്റെ മായയും സൂചിപ്പിക്കുന്ന മനോഹരമായ സന്ദേശമാണ്. പുസ്തകം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുത ശക്തിയാണ്. അത് വെറും അച്ചടി പേജുകളല്ല, ചിന്തകളുടെ, അനുഭവങ്ങളുടെ, അറിവിന്റെ ഒരു ലോകം തന്നെയാണ്. പുസ്തകങ്ങൾ നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള ദൃശ്യം വിപുലപ്പെടുത്തുന്നു. ഓരോ വായനയും മനസ്സിൽ പുതിയ വെളിച്ചം തെളിക്കുന്നു. പുസ്തകങ്ങൾ മനസ്സിനെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാഹിത്യകൃതികൾ വായിക്കുന്നത് കരുണ, സഹാനുഭൂതി, ധൈര്യം തുടങ്ങിയ ഗുണങ്ങൾ വളർത്തുന്നു. മഹാന്മാരുടെ ജീവിതചരിത്രങ്ങളും പ്രേരണാ പുസ്തകങ്ങളും നമ്മെ ഉയർത്തുന്ന ശക്തിയാണ്. അവ മനുഷ്യന് സ്വപ്നങ്ങൾ കാണാനും അതിനായി പരിശ്രമിക്കാനും പഠിപ്പിക്കുന്നു. പുസ്തകങ്ങൾ നമ്മുടെ ഭാഷ, പാരമ്പര്യം, ചരിത്രം എന്നിവയുടെ നിധിയാണ്. അതിലൂടെ ഒരു സമൂഹത്തിന്റെ ആത്മാവാണ് നിലനിൽക്കുന്നത്. പുസ്തകം ഒരാളുടെ ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് വഴിതെളിക്കുന്നു. ചില പുസ്തകങ്ങൾ നമ്മെ നിശബ്ദമായി ചോദ്യം ചെയ്യുകയും ആത്മാവിനെ സ്പർശിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പുസ്തകം ഒരു സുഹൃത്ത്, ഗുരു, പ്രചോദനം എല്ലാം ഒന്നിച്ചുള്ള അനുഗ്രഹമാണ്. പുസ്തകങ്ങൾ മനുഷ്യനാഗരികതയുടെ വളർച്ചയിലും പുരോഗതിയിലും അനിവാര്യമായ പങ്ക് വഹിച്ചുവെന്നാണ് ചരിത്രം. മനുഷ്യന്റെ ചിന്ത, സംസ്കാരം, വിജ്ഞാനം, വിശ്വാസം എന്നിവ തലമുറകളിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറിയത് പുസ്തകങ്ങളിലൂടെയാണ്. പുസ്തകങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതുവഴിയാണ് തത്വചിന്തയും ശാസ്ത്രചിന്തയുമൊക്കെ വളർന്നതും സാമൂഹിക മാറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും വരെ കാരണമായതും. ഭാഷകളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തതോടൊപ്പം ഓരോ നാടിന്റെയും സംസ്കാരവും പാരമ്പര്യവും നിലനിൽക്കുന്നതും പുസ്തകങ്ങളിലൂടെയാണ്. പുസ്തകങ്ങൾ മനുഷ്യനെ അജ്ഞതയിൽ നിന്നും അറിവിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും അനാസക്തിയിൽ നിന്നും ബോധത്തിലേക്കും നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ മാറ്റാനുള്ള ഏറ്റവും ശക്തമായ ആയുധം പുസ്തകമാണെന്ന് പറയുന്നത്. പുസ്തകങ്ങൾ മനുഷ്യനാഗരികതയുടെ അടിത്തറയാണ്. ചിന്തയെ നവീകരിച്ചും ഭാവനയെ മനോഹരമാക്കിയും മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന പുസ്തകങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആത്മീയവും സാംസ്കാരികവും ധാർമ്മികവുമായ തലങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ചിന്തോദ്ദീപകമായ പ്രമേയമാണ് നിങ്ങൾക്കും ഒരു പുസ്തകത്തിനും ഇടയിൽ എന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.